പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് കിള്ളിപ്പാലത്തെത്തിയെന്ന് ഞങ്ങളുടെ പ്രതിനിധി അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ റോഡ് ഷോ ആരംഭിക്കും. എയർപോർട്ടിൽ നിന്നാണ് അദ്ദേഹം തിരുവനന്തപുരം നഗരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം തിരുവനന്തപുരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഷബീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷബീദ്, എത്ര നേരം വേണ്ടിവരും കിള്ളിപ്പാലത്ത് നിന്ന് റോഡ് ഷോ ആരംഭിക്കുന്ന സ്പോട്ടിലേക്ക് എത്താൻ? ഏതാനും നിമിഷങ്ങൾ കൂടി മതിയാകും. കാരണം ഈ റോഡൊക്കെ ക്ലിയർ ചെയ്ത് നമുക്കറിയാം വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുന്നത്. അതിനോടകം തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ കിള്ളിപ്പാലത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, അവിടേക്ക് ഈ ആളുകൾക്ക് പ്രവേശനമില്ല, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ പ്രവേശനമില്ല, ആദ്യ പോയിന്റിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. അദ്ദേഹത്തിന്റെ സുരക്ഷാ വാഹനങ്ങൾ, SPG പൈലറ്റ് വാഹനങ്ങൾ ഇതിനോടകം തന്നെ ഇതിൽ കൂടി കടന്നുപോയിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നമ്മൾ തൃശ്ശൂരിലടക്കം കണ്ട രീതിയായിരിക്കില്ല തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ. കാരണം തിരുവനന്തപുരത്ത് കൂടുതൽ പ്രവർത്തകരെ അണിനിരത്തി അവരുടെ ഒരു ശക്തി പ്രകടനമായി കൂടി ഇതിനെ മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ ആവർത്തിച്ചതുപോലെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ BJP വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇത്രയധികം ആളുകളെ അണിനിരത്തിയ ഒരു ശക്തി പ്രകടനം, അതാണ് BJP അവസാന ലാപ്പിൽ ലക്ഷ്യം വെക്കുന്ന കാര്യം. മാത്രമല്ല ഈ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട റിഫ്ലക്ഷൻ ഉണ്ടാകണമെന്ന് BJP സംസ്ഥാന നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. കേവലം നേമത്തും വട്ടിയൂർക്കാവിലും മാത്രം ഒതുങ്ങിയാൽ പോരാ, അതിനൊക്കെ അപ്പുറത്തേക്ക് അവസാന ലാപ്പിൽ ഒരുപക്ഷെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്ഥലങ്ങളിലടക്കം അവർ ഈ പറയുന്ന വിജയത്തിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ വോട്ട് വിഹിതം ഉയർത്താൻ ശ്രമിക്കുന്നടക്കം സ്ഥലങ്ങളിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അത് റിഫ്ലക്ട് ചെയ്യണമെന്ന് BJP ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച ഒരാൾ കട്ടപ്പനയിൽ നിന്ന് കുറച്ചുപേർ എത്തിയിരുന്നു. അങ്ങനെ കട്ടപ്പനയിൽ നിന്നടക്കം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ ഒരു പക്ഷേ മോദി ഈ പ്രഭാവം എന്ന രീതിയിൽ കൂടി ഇക്കാര്യത്തെ ഉയർത്താൻ BJP ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള പല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന്റെ അവസാന ലാപ്പിലെ കേരള സന്ദർശനത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിലടക്കം അദ്ദേഹം വിമർശിച്ച കാര്യങ്ങളാണ്. അത് കേരളത്തിലെ LDF-നെയും UDF-നെയും ഒരേ രീതിയിൽ ഒരേ സ്വരത്തിൽ വിമർശിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യകാരണങ്ങൾ സഹിതം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗം ഇന്നത്തെ തിരുവല്ലയിൽ മാറി എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അതൊരു വിശ്വാസ പ്രശ്നം. അദ്ദേഹം തിരുവല്ലയിലെ പ്രസംഗം ആരംഭിച്ചത് തന്നെ ശബരിമല അയ്യപ്പനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലൊക്കെ രാഷ്ട്രീയമായി വലിയ പ്രത്യേകതകളുള്ള ഒരു സന്ദർശനമായി കൂടി അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആവേശം അതിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്തെ നരേന്ദ്രമോദിയുടെ സന്ദർശനം മാറുന്നുണ്ട് എന്നുള്ളതും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തും. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം അതിങ്ങനെ കടന്നു വരികയാണ്. വഴിയരികിൽ ഈ പറയുന്ന കലാപ്രകടനത്തിനപ്പുറത്തേക്ക് നിരവധി പ്രവർത്തകർ പ്രധാനമന്ത്രിയെ കാണാൻ പല സ്ഥലങ്ങളിൽ നിന്ന്, ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തിയിട്ടുണ്ട്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ ആവേശം അത് തിരുവനന്തപുരത്തെ റോഡ് ഷോയിൽ ഉയർത്തുക എന്നുള്ളത് BJP ലക്ഷ്യം വെക്കുന്ന കാര്യമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന്റെ ഫൈനൽ ലാപ്പാണ്, തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാണ്. അവിടെ രാഷ്ട്രീയമായി പലതരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയാക്കിക്കൊണ്ടുകൂടിയാണ് പ്രധാനമന്ത്രി ഈ റോഡ് ഷോയിലേക്ക് കടക്കുന്നത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ തൃശ്ശൂരിൽ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൽ അത് പ്രാദേശികമായാണ് കൂടുതൽ ശ്രദ്ധ പുലർത്തിയതെങ്കിൽ തിരുവല്ലയിൽ അങ്ങനെയല്ല. സംസ്ഥാന വ്യാപകമായി ഇവിടുത്തെ LDF UDF-നെയും രാഷ്ട്രീയമായി പ്രഹരിക്കുന്നത് നമ്മൾ കണ്ടു. അതിനൊക്കെ അപ്പുറത്തേക്ക് ശബരിമല സ്വർണ്ണക്കുള്ള സജീവ ചർച്ചയാക്കുന്നത് നമ്മൾ കണ്ടു. പ്രവർത്തകർക്ക് ആവേശം പകരുന്നത് നമ്മൾ കണ്ടു. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും മോദി പറയുന്നത് നമ്മൾ കേട്ടു. ഈ വികസനത്തിന്റെ കാഴ്ചപ്പാട് BJP എങ്ങനെ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ BJP ഏത് രീതിയിൽ കേരളത്തിൽ ശക്തി കാട്ടുമെന്നുള്ളതിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് കേട്ടു. അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ കേട്ടതാണ്. അതിനുശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അല്പസമയത്തിലുള്ള അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം കടന്നുപോകും. ഒരുപക്ഷെ തൃശ്ശൂരിൽ നമ്മൾ കണ്ട ജനാവലി അല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് കൂടുതൽ ആളുകളെ അണിനിരത്താൻ തിരുവനന്തപുരത്ത് BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രവർത്തകരെ മറ്റു പല ജില്ലകളിൽ നിന്ന് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പലയാവർത്തി പറഞ്ഞതുപോലെ നേമം അവരുടെ ആത്മവിശ്വാസത്തിന്റെ അങ്ങേയറ്റമാണ്. അവരുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ ഇതുവഴി കടന്നുപോകും. ഒരുപക്ഷെ കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള റോഡ് ഷോ അത് മാറും. തൃശ്ശൂരിൽ നമ്മൾ കണ്ടത്, തൃശ്ശൂർ റൗണ്ടിൽ കണ്ടത് 900 മീറ്റർ ആയിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ 1.5 കിലോമീറ്റർ ദൂരം അദ്ദേഹം
അദ്ദേഹം ഈ റോഡ് ഷോയുടെ ഭാഗമാകും, റോഡ് ഷോയിൽ പങ്കെടുക്കും. ഈ റോഡിന്റെ ഇരുവശത്തും നിൽക്കുന്ന BJP പ്രവർത്തകരെ അദ്ദേഹം അഭിവാദ്യം ചെയ്യും. നേരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് ഈ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിൽ അദ്ദേഹം എത്തിയിരുന്നു. അവിടെ അദ്ദേഹം പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു കാര്യം കൂടി തിരുവനന്തപുരത്തെ റോഡ് ഷോയ്ക്ക് ഒരു പ്രത്യേകതയായിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം നഗരസഭ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി BJP അവിടേക്ക് അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള അധികാരത്തിലെത്തിയതിന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോയായി കൂടി ഇത് മാറുന്നുണ്ട്. അന്നും പ്രധാനമന്ത്രി പുത്തരിക്കണ്ടത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം തിരുവനന്തപുരം നഗരസഭയിലെ വിജയത്തെ പ്രകീർത്തിച്ചത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ കൂടിയുള്ള പ്രത്യേകത ഈ റോഡ് ഷോയ്ക്കുണ്ട്. മാത്രവുമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന BJP വിശ്വാസം പ്രകടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ അവരുടെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഈ റോഡ് ഷോയ്ക്ക് കഴിയും എന്നുള്ളതും BJP അവരുടെ ആത്മവിശ്വാസമായി കാണുന്നതാണ്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇതുവഴി ഈ കിള്ളിപ്പാലത്ത് നിന്ന് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതുവഴി കടന്നുപോകും. കരമന ജംഗ്ഷൻ വരെയാണ് ആ റോഡ് ഷോ എന്നുള്ളതും ഏറ്റവും കൗതുകമുള്ള കാര്യം. ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ഒരു റോഡ് ഷോ ആയി അത് മാറുകയും ചെയ്യും. ആവർത്തിച്ചു പറയുന്നു, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, അതിൽ നേമത്ത് ഉറപ്പായും ആ സീറ്റ് തിരിച്ചുപിടിക്കാം. 2016 അവർക്ക് നിയമസഭയിലേക്ക് ഒരു ടിക്കറ്റ് കൊടുത്ത, ഒരു എൻട്രി കൊടുത്ത ആ സീറ്റ് തിരികെ പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസം അത് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വഴി യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ് BJP എന്ന് പറയുമ്പോൾ, കഴക്കൂട്ടത്ത് ശബരിമല സ്വർണ്ണക്കള്ള അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു അപ്രതീക്ഷിത അട്ടിമറി നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവിൽ, ആ വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ വഴി അവർക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും. നേരത്തെ കുമ്മനമടക്കം മത്സരിച്ചപ്പോൾ വലിയ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞതാണ്. ആ രീതിയിൽ വട്ടിയൂർക്കാവിലും ഒരു ചലനമുണ്ടാക്കാം. തിരുവനന്തപുരം സെൻട്രലിലും സമാനമായ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം അത് BJPയെ സംബന്ധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ആ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് അദ്ദേഹം ഈ തിരുവനന്തപുരത്തേക്ക് എത്തി റോഡ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ അത് BJP പ്രവർത്തകർക്കും BJP നേതൃത്വത്തിനും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കാട്ടാക്കട, അതേപോലെ തന്നെ അരുവിക്കര, അതിനപ്പുറത്തേക്ക് വർക്കല, ആറ്റിങ്ങൽ അടക്കമുള്ള മണ്ഡലങ്ങളിലും അവർക്കൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അത് BJPയെ സംബന്ധിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു പൂർത്തീകരണം എന്ന രീതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോ വരുന്നത്. നമുക്കിത് ഇരുഭാഗത്തും നിൽക്കുന്ന പ്രവർത്തകരെ കാണാം. ഈ നീണ്ട നിര കിള്ളിപ്പാലം മുതൽ കരമന ജംഗ്ഷൻ വരെയുണ്ട്. വലിയ സുരക്ഷ ഒരുക്കിയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുന്നത്. 6 മണിക്കാണ് നിശ്ചയിച്ചതെങ്കിലും ഏതാണ്ട് അരമണിക്കൂറിലധികം വൈകിയിരിക്കുന്നു. ആ റോഡ് ഷോ കടന്നു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും മറ്റു നേതാക്കളുടെയും ഒക്കെ ഫ്ലക്സുകൾ ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർ നരേന്ദ്രമോദി അഭിവാദ്യം ചെയ്ത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തിരികെ അദ്ദേഹം മടങ്ങുന്നത് 7:15 എന്നുള്ളതും ഒരു വിവരമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ റോഡ് ഷോയ്ക്ക് ശേഷം നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, അതേപോലെ കഴക്കൂട്ടം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ചുനേരം ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം കേരളത്തിൽ നിന്ന് മടങ്ങുക. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. പിന്നാലെ അദ്ദേഹം കൊച്ചിയിലെത്തിയിരുന്നു. തുടർന്നാണ് തൃശൂരും പാലക്കാടും അദ്ദേഹം റോഡ് ഷോയും പൊതുയോഗത്തിലും പങ്കെടുത്തത്. ഇന്ന് തിരുവല്ലയിൽ അദ്ദേഹം പൊതുയോഗത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന്റെ ആവേശമുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചെറുതായിരുന്നില്ല തിരുവല്ലയിലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗം. അത് എല്ലാ അർത്ഥത്തിലും BJP പ്രവർത്തകർ, ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനം അതിങ്ങനെ ഈ കിള്ളിപ്പാലത്തിന്റെ പ്രധാനപ്പെട്ട റോഡ് കടന്ന് ഇങ്ങനെ കടന്നു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇന്ന് തിരുവല്ലയിലെ പ്രസംഗത്തിൽ മോദി എടുത്തു പറഞ്ഞത് ഇടത് സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല, അദ്ദേഹം അവിടെ ഏതാണ്ട് 12ഓളം മണ്ഡലങ്ങൾ, തിരുവല്ലയും ആറന്മുളയും അടക്കം ഏതാണ്ട് 12ഓളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ അദ്ദേഹം വേദിയിലേക്ക് എത്തിച്ചിരുന്നു. അവരുടെ ഘടകകക്ഷികളുടെ നേതാക്കൾ സ്ഥാനാർത്ഥികളെ ആ വേദിയിലേക്ക് എത്തിക്കുകയും അവർക്ക് അവരുടെ വിജയത്തിൽ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം അതിങ്ങനെ കടന്നു വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.